ഈ വാർത്തകളിലേക്ക് കൂടുതലായി വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ ഒരു ബോംബ് ഉടൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞു പോയതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. എപ്പോൾ പൊട്ടും ആ ബോംബ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണോ എന്നും ന്യായമായി സംശയിച്ചാലും തെറ്റു പറയാൻ കഴിയുമോ എന്നാണ് ചോദ്യം. എന്തായാലും ബോംബ് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് വെറും വാക്കല്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. വിവാദത്തിന് പിന്നിൽ ആരാണെന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പോരടിക്കുന്നതും കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് CPIM-ഉം BJP-യും. ഇന്നത്തെ സാഹചര്യം നമുക്ക് പറഞ്ഞു തരാൻ റോഷിബാലും ഇക്ബാൽ അറക്കലുമാണ് ആദ്യം ചേരുന്നത്. റോഷിബാൽ, എന്താണ് ആ ബോംബെന്ന് ആലോചിച്ചിട്ട് ഒരു അന്തവും കുന്തവും ഇല്ല എന്ന് കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പറയുന്നുണ്ട്. പക്ഷേ ചിലർക്ക് കൃത്യമായിട്ട് ബോംബുണ്ട് എന്ന് ഉറപ്പുണ്ട്. ശരിക്കും പൊട്ടുമോ? എപ്പോഴത്തേക്ക് പൊട്ടിക്കാനാണ് വെച്ചിരിക്കുന്നത്? സുജയ പാർവതി, പ്രതിപക്ഷ നേതാവ് ഇന്നലെ കോഴിക്കോട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആ ബോംബ് കേരളം വിറങ്ങലിക്കും, ആ ബോംബ് പൊട്ടിയാലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഷ്യം. പ്രതിപക്ഷ നേതാവുമായി അടുത്ത വൃത്തങ്ങൾ അങ്ങനെ ഒരു ബോംബുണ്ട്, പ്രതിപക്ഷ നേതാവ് അങ്ങനെ വെറും വാക്ക് പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല എന്ന് പറയുന്നു. ഏതായാലും എതിരാളികൾക്കെതിരെ വലിയ ആയുധങ്ങൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ സംഭരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ലഭിച്ച ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പക്കലുള്ളതെന്ന് വ്യക്തമാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ ബോംബ് പൊട്ടിക്കാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബോംബ് ഏതാനും ദിവസങ്ങൾക്കകം പൊട്ടും, 1-2 ദിവസത്തിനപ്പുറത്തേക്ക് പോകില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചില രേഖകൾ കൂടി ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ആ ബോംബിന്റെ നിർമ്മാണം നടക്കുകയാണെന്ന് തോന്നുന്നു സുജയ. ആ ബോംബ് നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ അതിലേക്കുള്ള ചില വിടുമരുന്നുകൾ കൂടി ലഭിക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏറെ താമസിയാതെ അതുകൂടെ ലഭിക്കും. അത് ലഭിച്ചാൽ തൊട്ടു പിന്നാലെ നമ്മൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ആ ബോംബിന്റെ പ്രഹരശേഷി CPIM-ലേക്കാണോ BJP-യിലേക്കാണോ എത്തുക? CPIM നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ആ വാചകം പറഞ്ഞതെങ്കിലും കാളയെ വിടുമെന്ന് രാജീവ് ചന്ദ്രശേഖറിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിടങ്ങളിലും തങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുള്ള ബോംബുകൾ ഏതൊക്കെയാണ് എന്ന് അവരും ഒരു നിർവീര്യമാക്കുന്നതിനായി ആ ബോംബ് തപ്പി നടക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് മറു ക്യാമ്പുകളിൽ ഈ ബോംബിനെ കുറിച്ചുള്ള ചർച്ചകൾ? സുജയ പാർവതി, ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ CPM നേതൃത്വവും BJP നേതൃത്വവും ഒരുപോലെ അവരുടെ ക്യാമ്പുകളിലേക്ക് നിരീക്ഷണം തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു ബോംബിനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധനയാണ് അവർ നടത്തിയത്. നേരത്തെ വന്ന ചില കാര്യങ്ങൾ അതൊക്കെ അവർ പരിശോധിച്ചു. പക്ഷേ ഗൗരവമുള്ളതല്ല. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരസ്പരം അവർ ചോദിക്കുകയാണ്. എന്താണ് ഈ ബോംബ്, എന്താണ് വരാൻ പോകുന്ന വാർത്ത എന്ന ചർച്ചകളാണ്. ഏതായാലും ആ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ പറയുന്നത് ഞങ്ങളെ ക്യാമ്പിലൊന്നും പൊട്ടാനില്ല, അത് അവിടെ തന്നെയുള്ള പൊട്ടിക്കലാകാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും ഒരു അവ്യക്തതയും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഒരു സൂചന പോലും പ്രതിപക്ഷ നേതാവിന്റെ ക്യാമ്പ് കനകരാജൻ പറയുന്നു ബോംബ് പൊട്ടിക്കൂ സ്വാമി എന്ന്. ഉത്തൂസ് ചോദിക്കുന്നു ബോംബിന്റെ തിരിക്കെന്താ നീളമില്ലേ എന്ന്. ഗർഭബോംബാണോ എന്ന് ചോദിക്കുന്നു. പറവൂരിൽ കയ്യിലിരുന്ന് പൊട്ടിയെന്ന് രാമദാസ് പറയുന്നുണ്ട്. ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞതിന് കേസെടുക്കണമെന്ന് പ്രദീപ് പറയുന്നു. അങ്ങനെ പ്രേക്ഷകരും നാട്ടുകാരും എല്ലാം ചർച്ച ചെയ്യുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ നിൽക്കുകയാണ്. റോഷി തുടരുക. നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോകാം. ഇക്ബാൽ അറക്കൽ, പാലക്കാട്ട് ബോംബിനെ കുറിച്ചാണോ രാഹുലിനെ കുറിച്ചാണോ അതോ ഗ്രൂപ്പിൽ ഉയരുന്ന ചർച്ചകളാണോ? എന്താണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്? സുജി, അതായത് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് എത്തില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാകുന്നത്. ഇനി എത്തിയാൽ തന്നെ രാഹുലിനെ തടയാനുള്ള നീക്കങ്ങൾ, സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ചർച്ചയിലാണ് DYFI-യും BJP-യും. ഇന്നലെ വൈകിട്ട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് KPCC സസ്പെൻഡ് ചെയ്ത വ്യക്തിക്ക് സംരക്ഷണം നൽകുന്ന ഒരു കാര്യം DCCക്ക് അറിയില്ല എന്ന രീതിക്കുള്ള അത്തരത്തിൽ ഒരു കൈയൊഴിയൽ പ്രതികരണവും ഇന്നലെ DCC പ്രസിഡന്റും നടത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഇനിയും പാലക്കാട്ടേക്ക് എത്തുന്ന കാര്യം അത് നീളും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിഷയം സുജയ് പറഞ്ഞതുപോലെ തന്നെ ബോംബ് വിഷയവും പാലക്കാട് വലിയ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് വക്താവായിട്ടുള്ള സന്ദീപ് വാര്യറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി എടുത്തു നോക്കുമ്പോൾ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ അല്ലെങ്കിൽ BJP-ന്റെ ഒരു നേതാവിനെതിരെ ആയിരിക്കും ആ ബോംബ് എന്ന രീതിയിലുള്ള സൂചനകളും ചർച്ചകളുമാണ് പാലക്കാട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സന്ദീപ് അത്തരത്തിൽ ഒരു പ്രതികരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് നടത്തുകയും ചെയ്തിരുന്നു. പാലക്കാട് ഒരു യുവമോർച്ച BJP നേതാവിനെതിരെയായിരുന്നു സന്ദീപിന്റെ
സന്ദീപിന്റെ ഒളിയമ്പ് വരികയും ചെയ്തു. അതിനുശേഷം സന്ദീപിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ പാലക്കാട്ടെ BJP നേതാക്കളും നടത്തിയിരുന്നു. ഏതായാലും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ തന്നെ ആ കാളയെ നിങ്ങൾ തന്നെ കെട്ടിവെച്ചോളൂ, അത് നിങ്ങൾക്ക് നേരെ തന്നെ ഉപയോഗിക്കാമെന്ന യുവമോർച്ച പ്രവർത്തകർക്കുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയത് അതൊരു പക്ഷേ BJPക്കെതിരെ ആവും എന്ന ഒരു വിലയിരുത്തലാണ് പാലക്കാട്ടെ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ തുടർ പ്രതിഷേധങ്ങൾ നടത്താൻ തന്നെയുള്ള നീക്കങ്ങളിലാണ് BJPയും അതുപോലെ തന്നെ DYFIയും ഉള്ളത്. MLA ഇന്നും പാലക്കാട്ടേക്ക് എത്തില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. സുജയ. ഓക്കെ, ഇക്ബാൽ അറക്കലും റോഷിപാലുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ബോംബ് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൂചനയിലൊന്നും നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നില്ല. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലാണ് എന്തായാലും ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. അദ്ദേഹം എന്തോ കയ്യിൽ കരുതി വെച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കുന്നത് ഇന്നാണോ നാളെയാണോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.